നമ്മളിപ്പോൾ ഇന്ന് പോക്കോ X3ന്റെ അൺബോക്സിങ്ങും ഇനീഷ്യൽ ഇംപ്രഷനുമാണ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ അൺബോക്സിങ്ങിൽ ഒരു ബോക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും എന്തൊക്കെയാണെന്നറിയാം. അതുതന്നെയാണ് ഇതിനകത്തിലും വരുന്നത്. പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും കൂടുതലായിട്ട് വരുന്നില്ല. കവറ്, ഫോണ്, പിന്നെ പേപ്പർ വർക്ക്സ്, പിന്നെ സിം ഇജക്റ്റ് ടൂൾ, അത്ര സാധനമേ ഇതിനകത്തിലും വരുന്നുള്ളൂ. ഇതിൻ്റെ ഫോണിലോട്ടും പിന്നെ ചാർജറിലോട്ടും നോക്കാം. ഇതാണ് ഇതിൻ്റെ ചാർജർ. ഇതൊരു ഫാസ്റ്റ് ചാർജറാണ്. ഇത് 33 വോട്ട് ഫാസ്റ്റ് ചാർജറാണ്. കൂടാതെ നമ്മൾ ചാർജിങ് കേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ടൈപ്പ് സി കേബിളാണ് വരുന്നത്. പിന്നെ നമ്മൾ ഫോണിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടാൽ ഗ്ലാസ് ആണെന്ന് തോന്നും, എന്നാലും ഇത് പ്ലാസ്റ്റിക് ബിൽഡാണ് ഇതിനകത്ത് വരുന്നത്. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കളർ എന്ന് പറയുന്നത് കോബാൾട്ട് ബ്ലൂ കളറാണ്. കൂടാതെ ഇതൊരു ഗ്ലോസി ഫിനിഷാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന പ്ലാസ്റ്റിക് ക്വാളിറ്റിയെക്കുറിച്ച് തൊട്ട് നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇച്ചിരി ചീപ്പായിട്ടാണ്. കാരണം നമ്മൾ പിടിക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയുക, എപ്പോഴും കവർ ഇട്ട് ഉപയോഗിക്കാനാണ്. അപ്പോൾ നമ്മൾ കവർ ഇട്ട് നോക്കിയപ്പോൾ കവറൊക്കെ പെർഫെക്റ്റ് ഫിറ്റാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഇച്ചിരി ക്യാമറ പമ്പ് കവറിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾ ഇച്ചിരി നല്ല ഹാർഡായിട്ടുള്ള കവർ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്യാമറ പ്രൊട്ടക്ടർ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും കുഴപ്പം വരില്ല, അല്ലെങ്കിൽ ക്യാമറയിൽ സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് റിമൂവ് ചെയ്തിട്ട് കവറിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കാം. കവർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കവർ തന്നെയാണ് ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. ഫോൺ വളരെ ബ്യൂട്ടിഫുൾ ആണ്. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഇതിന് നടുക്കാണെങ്കിൽ ബാക്കി സ്ട്രൈപ്സ് ആ ക്യാമറയുടെ സ്ക്വയറിനോട് ചേർന്ന് താഴോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അവിടെയാണ് പോക്കോയുടെ ബ്രാൻഡിങ് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് ഈ പോക്കോയുടെ വലിയ ബ്രാൻഡിങ്ങിന് ഇത്തിരി അതൃപ്തി തോന്നുന്നുണ്ട്. കാരണം ചെറുതായിട്ട് സൈഡിൽ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഒരു പ്രൊഫഷണൽ ലുക്കും, അതുപോലെ തന്നെ ഫോണിന് ഏറ്റവും കൂടുതൽ ഭംഗിയും അത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഡിസൈനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ പിന്നെ ഒരു ക്യാമറ മൊഡ്യൂൾ ആണ് വരുന്നത്. ഒരു സർക്കിളിനകത്ത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ക്യാമറ മൊഡ്യൂളാണ് ഇതിനകത്തിൽ വരുന്നത്. അപ്പോൾ അതൊരു പോക്കോ X3യുടെ ആ ഒരു സെറ്റപ്പിൽ നിന്ന് മാറി ഏകദേശം ഒരു ഗെയിമിംഗ് ഫോണിൻ്റെ ലുക്ക് തരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പോക്കോ X3 ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഇനി ഫിസിക്കൽ ഓവർവ്യൂവിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ വലത് ഭാഗത്താണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. കൂടാതെ അവിടെയാണ് വോളിയം റോക്കേഴ്സും വരുന്നത്. ഇടത് ഭാഗത്താണ് സിം ട്രേ വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കോ X2 കൂട്ട് തന്നെ ഇതിനകത്തിലും ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. ഹൈബ്രിഡ് സ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിൽ ഒരേ സമയം നിങ്ങൾക്ക് ഒന്നിൽ 2 സിമ്മും അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡും ഒരു സിമ്മും മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ എല്ലാവരും 2 സിം ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് 64 GB ആണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ എനിക്ക് തോന്നുന്നു സ്റ്റോറേജ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 128 GB എടുക്കാനായിരിക്കും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം അതായിരിക്കും ഇച്ചിരിയും കൂടെ നല്ലത്. ഇന്ത്യൻ വേരിയൻറ്റിലെങ്കിലും പോക്കോ X3 അത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. കാരണം മിക്ക ഫോണും ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് നമുക്ക് തരുന്നുണ്ട് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. പിന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ ബോട്ടം ഫയറിംഗ് സ്പീക്കറും ഒരു മൈക്കും പിന്നെ ചാർജിങ് പോർട്ടും 3.5 mm ജാക്കുമാണ് തന്നിരിക്കുന്നത്. മുകളിലേക്ക് വരികയാണെങ്കിൽ റെഡ്മി ഫോൺസിനെ കൂട്ട് കാണുന്ന കൊണ്ട് തന്നെ ഒരു IR ബ്ലാസ്റ്ററും കൂടാതെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലാണെങ്കിൽ വേറൊരു മൂന്നാമത്തെ ഡോട്ടറുണ്ട്. ഇതാണ് ഇതിൻ്റെ സെക്കൻഡറി മൈക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിന് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ മുകളിലും താഴെയും ഇതിന് സ്പീക്കേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മറ്റ് ഫോണുകളെക്കാട്ടിലും ഈ ഫോണായിരിക്കും ഇച്ചിരി നല്ലതായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് പോക്കോയുടെ ബ്രാൻഡിങ് വന്നിട്ടുണ്ട്. ഒരു 6.67 ഇഞ്ചസ് ആയിട്ടുള്ള വലിയ ഡിസ്പ്ലേ ആണ്. ഇതൊരു ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ്. കൂടാതെ ഇതിന് TUV റെയിൻലാൻഡിൻ്റെ ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഇതിനകത്തിൽ നിന്ന് വരുന്ന നീല ലൈറ്റിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കണ്ണുകളൊക്കെ സുരക്ഷിതമായിരിക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. പിന്നെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഈ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. 240 ഹെർട്സ് ആണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ്. എന്താണ് ഈ ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടച്ചിനനുസരിച്ച് എന്തുമാത്രം റെസ്പോൺസീവ് ആയിരിക്കും ഡിസ്പ്ലേ എന്നാണ് ഈ ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൂടുന്തോറും അത്രയും നല്ല റെസ്പോൺസീവ് ആയിരിക്കും നിങ്ങളുടെ ടച്ചിന് ഡിസ്പ്ലേ. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതൊരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ 20:9 ആണ്. പിക്സൽ പെർ ഡെൻസിറ്റി 395 ഉണ്ട്. പിന്നെ ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിനകത്തൊരു പോരായ്മ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് 450 നിറ്റ്സേ ഉള്ളൂ. ഔട്ട്ഡോറിൽ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ എന്തായാലും ഇത് ബ്രൈറ്റ്നസ് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കൈ വെച്ച് ഫോൺ നോക്കേണ്ടി വരും. അപ്പം ബൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക്
ഇത് കൈ പിടിക്കുമ്പോൾ ഫീൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നല്ല ഭാരമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡൊക്കെ നല്ല വണ്ണം നമുക്ക് തോന്നുന്നുണ്ട്. നമ്മൾ റിയൽമി 7 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല വണ്ണം ഇതിന് തോന്നുന്നുണ്ട്. കാരണം ഇതിൻ്റെ ബാറ്ററി തന്നെയാണ്. ഇതിനകത്ത് 6000 mAh ബാറ്ററി വരുന്നുണ്ട്. റിയൽമി 7 5000 ഉള്ളായിരുന്നു. അതിൻ്റെ ആ ഒരു വ്യത്യാസം ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ആ സൈഡ്സൊക്കെ കർവ് ആയതുകൊണ്ട് നമുക്ക് പിടിക്കുമ്പോൾ വലിയ കുഴപ്പം ഉണ്ടാവുന്നില്ല, എന്നാലും നല്ല ഭാരമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഫോൺ ബൂട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റൺ ചെയ്യുന്നത് MIUI 12 ഔട്ട് ഓഫ് ദ ബോക്സ്. പിന്നെ ഇത് വൈഫൈ ബാൻഡ് വിഡ്ത്ത് 5 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബൂട്ടാകുമ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. നിങ്ങൾ ഈ സെറ്റിങ്സ് പോയിട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരൂടെ പരസ്യരഹിതമായ UI ഉപയോഗിക്കാൻ സാധിക്കും. അതിലൊന്നാണ് പേഴ്സണലൈസ്ഡ് ആഡ്സ്, പിന്നെ സെൻഡ് ഡയഗ്നോസിസ് ഡേറ്റ ഓട്ടോമാറ്റിക്കലി. പരസ്യം ഇങ്ങനെയൊക്കെ നിർത്താമെങ്കിലും ഇതിനകത്തിൽ ഇഷ്ടം പോലെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ബ്ലോട്ട്വെയർസ് വരുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൻ്റെ അല്ലാതെ തേർഡ് പാർട്ടി ആപ്പുകൾ ഇതിനകത്ത് ഇഷ്ടം പോലെ വരുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഡെവലപ്പേഴ്സിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ പല ചൈനീസ് ആപ്പിൻ്റെയും വരുന്നുണ്ട്. ഈ സിലി പോലെയുള്ള ആപ്പുകൾ, പിന്നെ അല്ലാതെ കുറേ ഗെയിംസും ഒക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് അതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് സിമ്പിളായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. പിന്നെ സെറ്റിങ്സിൽ പോയിട്ട് എബൌട്ട് ഫോണിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എൻ്റേത് 128 GB വേരിയൻ്റ് ആണ്. ഇതിനകത്ത് ഏകദേശം 20 GB ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ ഫാസ്റ്റ് ആയിട്ടുള്ള UFS 2.1 ആണ്. കൂടാതെ റാമിലേക്ക് പോവുകയാണെങ്കിൽ 6 GB ഏകദേശം 3 GB നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു ഇനിഷ്യൽ ബൂട്ടിങ്ങിൽ. പിന്നെ ഇതിനകത്തിൽ വന്നിരിക്കുന്ന റാം ഫാസ്റ്റ് ആയിട്ടുള്ള LPDDR4X റാം ആണ്. അത് വളരെ നല്ല കാര്യമാണ്. ഞാൻ പിന്നെ പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതേ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. 128 GB കൂടാതെ ഇതിൻ്റെ ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 8 GB വേരിയൻറ്റ്. അടുത്തതിൻ്റെ ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സാണ് ഇതിൻ്റെ ക്യാമറയിൽ വരുന്നത്. ആദ്യം തന്നെ നോർമൽ ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്തിലുണ്ട്. പോർട്രേറ്റ് ആയാലും ശരി, പിന്നെ വീഡിയോഗ്രാഫി എല്ലാം ഇതിനകത്തിൽ വരുന്നുണ്ട്. പിന്നെ വൈഡ് ആംഗിൾ എല്ലാ സംഭവവും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ ഷൂട്ടിംഗ് കേപ്പബിലിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്തിൽ 4K 30 FPS നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് റെയർ ക്യാമിൽ. പിന്നെ നമ്മൾ ഈ ഫ്രണ്ട് ക്യാമിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന് ഏകദേശം 1080p 30 FPS നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഇതിനകത്തിൽ കിട്ടുന്നുണ്ട്. നേരത്തെ കിട്ടുന്ന വ്ളോഗ് മോഡായാലും പിന്നെ കുറേ ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. 2 സമയം ഫ്രണ്ട് ക്യാമിൽ നിന്നും ബാക്ക് ക്യാമിൽ നിന്നും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ക്ലോൺ എന്ന് പറഞ്ഞ കുറേ വീഡിയോഗ്രാഫി മോഡും ഒക്കെ ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ റിവ്യൂവിനകത്തിൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ക്യാമറ സെറ്റപ്പിലേക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്തിൽ ഇപ്പോൾ സ്ഥിരം കാഴ്ചയായ കോഡ് ക്യാം സെറ്റപ്പ് തന്നെയാണ് ഇതിനകത്തിലും വരുന്നത്. പക്ഷേ ഡിസൈനിൽ ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു ഡിസൈനും ഈ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാം എന്ന് പറയുന്നത് 64 MP ക്യാമറയാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സോണിയുടെ IMX682 എന്ന് പറഞ്ഞ ക്യാമറയാണ്. പിന്നെ അൾട്രാ വൈഡ് ഇതിനകത്ത് 13 MP വരുന്നുണ്ട്. 2 MP മാക്രോ സെൻസറും 2 MP ഡെപ്ത് സെൻസറും ഇതിനകത്തിൽ വരുന്നുണ്ട്. പിന്നെ സെൽഫിയുടെ കാര്യം പറയുവാണെങ്കിൽ 20 MP സെൽഫിയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ഏറ്റവും നല്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കോ X2 വെച്ച് നോക്കുമ്പോൾ ആ 2 MP ഡെപ്ത് സെൻസർ എടുത്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഇച്ചിരൂടെ ഡിസ്പ്ലേയുടെ ആ വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. കാരണം ആ 2 MP ക്യാമറ കൊണ്ട് തീർച്ചയായിട്ടും പോക്കോ X2 ഒരു ഗുണവും ഉണ്ടായിരുന്നില്ല. ഈവൻ ഫ്രണ്ട് ക്യാമിൽ അവർ ഇതുവരെ പോർട്രേറ്റ് വീഡിയോ മോഡ് പോലും അവർ എനേബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ അത് മാറ്റിയത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫിയൊക്കെ കിടിലൻ തന്നെയാണ്. പ്രത്യേകിച്ച് പ്രൈമറി ക്യാമും അൾട്രാ വൈഡ് ക്യാമും ഒക്കെ കിടിലൻ തന്നെയാണ് ഇതിനകത്ത് പെർഫോമൻസ് വരുന്നത്. പോർട്രേറ്റിനും കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും കാണിച്ചില്ല. നൈറ്റ് മോഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്ന് തോന്നി. മാക്രോ നല്ല രീതിയിലാണ് ഇത് ക്യാപ്ചർ ചെയ്യുന്നത്, പക്ഷേ ഇച്ചിരൂടെ ക്ലാരിറ്റിയുടെ കൂടുതൽ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം മിക്ക ഫോണുകളിൽ ഇപ്പോൾ 5 MP റെഡ്മിയുടെ ഫോണുകൾ വരാൻ തുടങ്ങി. അപ്പോൾ പോക്കോയും എന്തായാലും ഒരു 5 MP തരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇതിനകത്തിൽ എന്തുകൊണ്ടോ 2 MP വന്നിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലോൺ ഇമേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഞാൻ പറഞ്ഞ ഫീച്ചേഴ്സിന് അത് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ സെൽഫിയുടെ കാര്യം പറയുവാണെങ്കിലും സെൽഫി നല്ല രീതിയിലാണ് ഇതിനകത്ത് വരുന്നത്. നല്ല ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോർട്രേറ്റ്സ് എനിക്ക് ഇച്ചിരി വാഷ് ഔട്ടായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നോർമൽ ഫോട്ടോ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. വീഡിയോഗ്രാഫിയുടെ കാര്യം പറയുവാണെങ്കിൽ നല്ല സ്റ്റേബിൾ ആയിട്ടാണ് വീഡിയോഗ്രാഫി വരുന്നത്. ഇത് ഞാൻ 1080p 30 FPS ആണ് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ ഡൈനാമിക് റേഞ്ചും ക്ലാരിറ്റി എന്തുമാത്രം ഉണ്ടെന്ന് വീഡിയോയുടെ. പിന്നെ ഇതിനകത്ത് ഈ ഫീച്ചേഴ്സിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു ഇതിൻ്റെ ക്ലോൺ വീഡിയോ. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരാളെ തന്നെ 2 ആയിട്ട് ക്ലോൺ ചെയ്ത് വീഡിയോ എടുക്കാനും സാധിക്കുന്നുണ്ട്. അതൊരു കിടിലൻ ഫീച്ചറാണ് ഈ ഫോണിൻ്റെ.
പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇതിനകത്തിൽ നിങ്ങൾക്ക് അറിയാം സ്നാപ്ഡ്രാഗണിൻ്റെ ലേറ്റസ്റ്റ് മിഡ് റേഞ്ച് പ്രോസസ്സറായ 732G ആണ് വരുന്നത്. ഓൺ ടു ബെഞ്ച് മാർക്സ് ടെസ്റ്റ് നമ്മൾ നടത്തിയപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, നമുക്ക് റിസൾട്ട് കുറച്ച് കമ്പനി ക്ലെയിം ചെയ്യുന്നതിനേക്കാളും താഴെയാണ് വന്നിരിക്കുന്നത്. ഏകദേശം 2,80,000 സ്കോറും വന്നിരുന്നത്. പക്ഷേ അവർ പരസ്യം ചെയ്തിരുന്ന 3,00,000 മുകളിലായിരുന്നു. എനിക്ക് സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. പിന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ വലിയ ഗെയിംസ് ഒന്നും ഇതുവരെ കളിച്ചില്ല. അപ്പോൾ ഈ കൊറിയൻ പബ്ജിയിൽ ഞാൻ സെറ്റിങ്സ് ഒന്ന് പോയി നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് HD ഹൈ ആണ്. അതുപോലെ തന്നെ സ്മൂത്തിൽ ഓൾട്ര ഇടുന്നതുകൊണ്ട് എക്സ്ട്രീമിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ഇനി ഇത് അൺലോക്ക് ആകുമോ എന്ന് അറിയത്തില്ല, കാരണം പബ്ജി ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ട്. കൊറിയയുടെ കാര്യം നമുക്ക് അറിയത്തില്ല, കൊടുത്തേക്കാം. ഇനി പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് നല്ല ഫാസ്റ്റ് ആണ്. പക്ഷേ എനിക്കിപ്പോൾ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ കുറവാണെന്ന് തോന്നുന്നു. 1 സെക്കൻഡ് ഒരു ചെറിയ ഡിലേ ഞാൻ ഇനിഷ്യലി നോട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഒരു 1-2 അപ്ഡേറ്റുകളുണ്ട്, ഫിക്സ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിനകത്തിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു LED നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഉണ്ട്. കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊരു നല്ലൊരു ഉപകാരമുള്ള സാധനമാണ്. പോക്കോ X2 ഉണ്ടായിരുന്നു, പക്ഷേ അവർ എനേബിൾ ചെയ്തിട്ടില്ലായിരുന്നു. ഇതിനകത്തിൽ ഹാർഡ്വെയർ വൈസ് അവർ എനേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ കോമ്പാറ്റബിലിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ വൈഡ് 1 L1 സപ്പോർട്ട് വരുന്നുണ്ട് ഇതിനകത്ത്. നെറ്റ്ഫ്ലിക്സിൽ അതുപോലെ തന്നെ ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് ഫുൾ HD കണ്ടൻസ് ഇതിനകത്ത് വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബാറ്ററിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിനകത്തൊരു മാസീവ് 6000 mAh ബാറ്ററിയാണ് വരുന്നത്. ചാർജിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഏകദേശം 1.25 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഫുൾ ചാർജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 6000 mAh ബാറ്ററി എന്നെ സംബന്ധിച്ചുള്ള ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം കുറഞ്ഞ ബാറ്ററിയും കൂടുതൽ ഫാസ്റ്റ് ചാർജിങ് തരുന്നതിനേക്കാളും നല്ലതാണ് കൂടുതൽ ബാറ്ററിയും ഒരു മീഡിയം ഫാസ്റ്റ് ചാർജിങ്ങും തരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ ഡീറ്റെയിൽസും കൂടാതെ അതിൻ്റെ പ്രൈസിൻ്റെയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഫൈനൽ വേർഡിക്റ്റിലേക്ക് വരികയാണെങ്കിൽ വളരെ ഒരു മികച്ച ഫോൺ തന്നെയാണ് പോക്കോ ഇവിടെ റിലീസ് ചെയ്തിരിക്കുന്നത് പറയാം. പോക്കോ X2ൻ്റെ GST കൂടിയതിന് ശേഷമുള്ള അതേ വിലയിൽ തന്നെയാണ് പോക്കോ X3 ഇവിടെ റിലീസായിരിക്കുന്നത്. അതിന് വേണ്ടാത്ത കുറേ ഫീച്ചറുകളും മാറ്റിയിട്ട് എന്താണ് കൺസ്യൂമറിന് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലാണ് ഇവിടെ ഫോൺ പോക്കോ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഏത് തരം ആൾക്കാരാണ് ഈ ഫോൺ എടുക്കേണ്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി വെയിറ്റുള്ള ഫോൺ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർ മാറി നിൽക്കുക. അതുപോലെ തന്നെ 2 സിമ്മും ഒരു മെമ്മറി കാർഡും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഫോണിൽ നിന്ന് മാറി നിൽക്കുക. അവർക്ക് അതൊരു വലിയ പ്രശ്നമാണ്, അല്ലാത്തവർക്ക് അത് കുഴപ്പമുണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ ഇതൊരു പ്ലാസ്റ്റിക് ഡിസൈനിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വളരെ ഒരു മികച്ച ഫോൺ തന്നെയാണ് പോക്കോ X3. അപ്പോൾ ഞാനിതിനകത്തിൽ എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. Then it's me Mayavi signing off.